ഈ കാൽപാദങ്ങളുടെ അവകാശികൾ ബുദ്ധിമാന്മാരോ അതോ മണ്ടന്മാരോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീരുമാനിക്കാൻ വരട്ടെ. തീരുമാനിക്കാൻ ഇനി ധാരാളം സമയമുണ്ട്. ഒറ്റനോട്ടത്തിൽ അഗാധമായ ചിന്തയിലാണെന്ന് തോന്നുമെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് കഥ എഴുതാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. എന്താ ചെയ്യുക, പയ്യന്മാരുടെ ഒരു കാര്യം. എന്തായാലും ഇന്നത്തെ ചിന്ത കുറച്ച് കടുത്തതാണെന്ന് തോന്നുന്നു. മച്ചന്മാർ ഇന്നേതോ പഞ്ച് കഥ തട്ടിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ്. എന്റെ മച്ചാ, അളിയാ. ഡാറോയ്, എന്താണ് ചെയ്യുന്നേ? നിന്റെ പുറത്ത് ഞങ്ങൾ എന്തൊരു ബുർജി അലിപ്പ് പണിയോടാ. അളിയാ, നീ പോയി ക്യാമറ എടുത്തോണ്ട് വാ. ഇവന്റെ ഈ പഞ്ച് ഫോട്ടോ എടുത്ത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാം. ഓക്കെ മച്ചാ, ഞാൻ അപ്പൊ വരാം. ഏയ് പോടാ. ഏയ് മച്ചാ, എന്തു പറ്റി? ഓ കടുത്തളിയാ, കടുത്ത്. അയ്യോ, പെട്ടെന്ന് വാടാ ആശയം. ഓക്കെ, അപ്പോ നമുക്കങ്ങോട്ട് ചലിച്ചാലോ? എന്നെ അലച്ചോണ്ട് നിക്കുവാ, പാടാ അങ്ങോട്ട്. എന്തുവാടേ? പിന്നെ ഓടിപ്പോയില്ലേ അതുപോലത്തെ ഐറ്റംസ് ഇത്രേ ഉള്ളൂ. അതാ ഇനി സ്റ്റോക്ക് ഉണ്ടാ? എന്താ എന്താ പറഞ്ഞ? നിന്റെ കൂടെ ഓടിപ്പോയില്ലേ, അവരുടെ കാര്യമായി ഓൻ പറഞ്ഞു. ഓക്കെ, എന്നെ സഹായിച്ചതിന് നന്ദി. ഐ എം ജോജോ.
ഐ എം റോയ്. നിക്കി. ഞമ്മള് ഹാഷിം. ഇതറേ ഇത് വെച്ചോളൂ. വേണ്ട ചോച്ചു, നമ്മൾ ഇനിയും കാണാനുള്ളതല്ലേ. എന്നാ മച്ചാ, എന്നാ പറ്റി? അളിയ, എന്താടാ? നിന്റെ എത്ര കാശുണ്ട്? 20. മച്ചാ നിന്റെ അല്ലോ? 30 രൂപ. ഓ, എന്നിട്ടാ തെണ്ടികളെ ആ പൈസ വാങ്ങായിരുന്നേ. ഇല്ലടാ, ഞാൻ കണ്ടതാ. അവന്റെ 5-ന്റെ 10 നോട്ട് മാത്രമേ ഉള്ളൂ. ഓഹോ, അളിയ എന്തൊരു ചൂടാടേ. ഓ, യുവമാരെ ഫീസ് എണ്ണി വാങ്ങുന്നുണ്ടല്ലോ. ഈ ഹോസ്റ്റലൊന്ന് AC ആക്കിക്കൂടെ? അളിയ, പൂജ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. എവിടെ നോക്കട്ടെ. താരകമോ നീ താരാപദമോ, എന്നിൽ ഉദിച്ചുയരും കനവേ, പ്രേമത്തിൻ താരാപദത്തിൽ നിന്നും എന്റെ ആശതൻ വെള്ളിത്തേരിൽ പറന്നിറങ്ങിയ രാജകുമാരാ. ഓ, ഇനിയുള്ള കനവുകൾക്ക് കൂട്ടായി നീ വരില്ലേ? ഓ, പിന്നെ വരും വരും. അളിയാ ഇതെങ്ങനെ ഒപ്പിച്ച്? ഓ, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. അളിയാ, പുഞ്ചിരിക്കുന്ന പുല്ലിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന, നീ ഓർത്തോ? എന്നാ നീ ഒന്ന് ചിരിച്ചേ. നീ പോടാ പുല്ലേ. മച്ചാ, റോ ഇന്നലെ പോയതല്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ. രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? ഇവനൊന്നും മരണമില്ലേ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളുവേ. ഡാ, എന്താടാ, എന്തു പറ്റി? എന്താ വല്ലായിരിക്കുന്നേ? രാഷ്ട്രീയ പ്രവർത്തകന്റെ കൊലപാതകം, മുഖ്യപ്രതിയെ പോലീസ് തിരയുന്നു. അയ്യോ സാറേ, ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നൊന്നും ചെയ്യല്ലേ, അവന്മാരെ കണ്ടിട്ട് പോലുമില്ലേ. എന്നാടാ വട്ടാ കേടാ എനക്ക്? മച്ചാ, എന്നെ പോലീസ് വിളിച്ചടാ. ഓ, അവന്റെ ഒരു
റോയ്, ഇത് പണിയാവോടെ? ഹേയ് ഇല്ലടാ, അവന്മാരെ പോലീസ് പിടിച്ചാൽ നമുക്കെന്താ? നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിയാം അറിയാം, ചോര ചോര. അല്ലോ, വേഗം റെഡിയാവ്. ഒരാഴ്ചയായി കോളേജിൽ പോയിട്ട് ഇന്നെങ്കിലും പോകാൻ നോക്കാം. അളിയ എനിക്ക് പണിക്കുന്നുണ്ടോടാ? ആ പുറകെ ഇരുന്ന് പോയി നിന്റെ ലൈനല്ലേടാ? അളിയ, സ്നേഹം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുവാടാ? ഇല്ല മച്ചാ, സ്നേഹം ഒരിക്കലും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. വിലയ്ക്ക് വാങ്ങുന്ന സ്നേഹം നിലനിൽക്കില്ല. ഇതേ ഞാനും ചെയ്തുള്ളൂ. പോളെന്നോട് അന്ന് പറഞ്ഞു ഓ കണ്ടൂരിക്ക് റീചാർജ് ചെയ്യാൻ. അതോടെ ഞാൻ അവൾക്ക് ഗുഡ് ബൈ പറഞ്ഞു. വിലക്ക് വാങ്ങിയ സ്നേഹം നമുക്ക് വേണോ അളിയാ? നാണം ഉണ്ടോടാ തെണ്ടി നിനക്കിത് പറയാൻ? ഓ പിന്നെ, നീ വലിയ പുണ്യവളായി. പെൻസിൽ പോരുന്ന പെണ്ണിനെ പ്രേമിച്ച് ഐസ്ക്രീമും ഷാർജയും വാങ്ങിക്കൊടുത്ത് നമിതേ പോലെ ആക്കി. അളിയാ, കഴിഞ്ഞ വർഷം അവൾ ഏതോ ഒരുത്തന്നെ ഒളിച്ചോടി. അവസാനം നിനക്ക് എന്തു കിട്ടി? ഉണ്ടാ പോടാ. അളിയാ, അത് ജോജോ അല്ലേ?
ഹായ് ജോജോ, സുഖാണോ? റോയ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ ഞങ്ങളെ പിന്തുടർന്നത്? നിങ്ങൾ ആരാ? അപ്പോ നിങ്ങളൊക്കെ ഒരു ടീമാ? നിന്റെ ഊഹം ശരിയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ട്. ഞാൻ സ്റ്റീഫൻ, ഇവൻ പ്രകാശ്. ജോജോ, നീയും? സഹായിച്ചതിനുള്ള നന്ദിയല്ല, എങ്കിലും പറയാം, ഞങ്ങളൊരു കൊട്ടേഷൻ ടീമാണ്. എന്തിനു വേണ്ടിയാ നിങ്ങൾ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമേ അല്ല. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ അല്ല. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് പറയാം, നമ്മുടെ പാർട്ടി അതാണ് ഞങ്ങൾക്ക് വലുത്. അന്ന് പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അജയൻ സാർ ഞങ്ങളെ വിളിപ്പിച്ചു. അന്ന് ബീച്ചിൽ വച്ചൊരു പണി കഴിഞ്ഞ് വന്നപ്പോഴാ നമ്മൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ. അദ്ദേഹത്തിന് വേണ്ടിയാ ഞങ്ങൾ. ഇത് നിങ്ങളോട് പറഞ്ഞതിൽ നമുക്കൊരു പ്രശ്നമേ ഇല്ല. പക്ഷേ നിങ്ങളിത് പുറത്തു പറഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കാശ് തരുന്നതേ അജയൻ സാർ. പുള്ളിയെ ഞങ്ങൾ ചതിക്കും. മാത്രമല്ല, അദ്ദേഹത്തിനൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ കൂടെ നിൽക്കും. ജോജോ, നീ പറഞ്ഞില്ലേ നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളല്ലെന്ന്? പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ തന്നെ. നിന്റെ ഇന്നത്തെ കഴുതകളി നാളത്തെ തെളിവുകളായേക്കും. അത് ഞങ്ങളെ അയച്ചവർക്ക് വിഷമമായേക്കും. റോയ്, നിങ്ങൾക്ക് ഞങ്ങളൊന്നും ചെയ്യാനാവില്ല. മന്ത്രി അജയൻ സാറിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. റോയ്, നാളെ നിങ്ങൾക്ക് ഇതേ അവസ്ഥ വരും. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ എക്സാം അത് ഞങ്ങൾ പാസ്സായിക്കോട്ടെ. തിരുവനന്തപുരത്ത് പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിലെ 3 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ഉന്നതർക്ക് പങ്കുണ്ടെന്ന് സംശയം. പേരൊക്കെ കൊള്ളാം: റോയ്, നിക്കി, ഹാഷിം. ഇനിയുമുണ്ടല്ലോ. പാർട്ടി പ്രവർത്തനങ്ങളിൽ രക്തം ചിന്തി മരിച്ച ജോജോയുടെ പേരിലുള്ള രക്തസാക്ഷി മണ്ഡപം മന്ത്രി അജയൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോ അതിൻ്റെ പേരിലും ബക്കറ്റ് പിരിവ് നടത്താമല്ലോ. ഇപ്പോൾ സ്വന്തമായി ലിസ്റ്റ് തയ്യാറാക്കിയല്ലേ ഓരോ പാർട്ടികളും രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നത്. കാശ് കൊടുത്ത് കൂടെ നിർത്തും. തന്നോളം വളർന്നാലോ തലയങ്ങ് വെട്ടും. ഇവനും നാളെ കോളേജിൽ പോകേണ്ടതാ. നമ്മുടെ യുവത്വം രാഷ്ട്രീയ കച്ചവടത്തിന് ബലിയാടാകേണ്ടതാണോ? യുവതലമുറയുടെ ചോരയിൽ മുക്കിയ ഖദറൊടുത്ത് ആദർശ രാഷ്ട്രീയം പറയുന്ന മഹാന്മാരെ രക്തസാക്ഷിയാവാൻ വേണ്ടിയാണോ ഓരോ അമ്മയും മക്കളെ വളർത്തുന്നത്? നിങ്ങളും മക്കളെ വളർത്തുന്നില്ലേ? എന്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊലക്കത്തി വച്ചു കൊടുക്കുന്നില്ല? സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വെള്ളരിപ്രാവുകളായിരുന്ന അവരെ വേട്ടയാടിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതെന്താണ്? നിങ്ങളെ വിശ്വസിച്ചവരെ നിങ്ങൾ രക്തസാക്ഷിയാക്കി. പുതിയ ലോകത്തിൻ്റെ സാരഥികളായ യുവത്വത്തിൻ്റെ ഇടയിൽ വർഗീയതയുടെ വിത്തുപാകി വഞ്ചനയുടെയും സാമുദായിക വിപ്ലവത്തിൻ്റെയും വിളകൾ കൊയ്ത് കാശാക്കി നിങ്ങൾ പത്തായം നിറച്ച് നിങ്ങളോടൊപ്പം ലോകം അവസാനിക്കാൻ കൊതിച്ചു. കുരുന്നുകളുടെ കയ്യിൽ കൊലക്കത്തി നൽകാൻ തക്ക കഠിന ഹൃദയരെ നിങ്ങളൊരിക്കൽ തിരിച്ചറിയും. ഉറ്റവരുടെ വേർപാടിൻ്റെ വേദന. അന്നും നിങ്ങൾ സ്മൃതി മണ്ഡപങ്ങൾ കെട്ടി ഉയർത്തുമോ? മുഖത്ത് ചായം പൂശി അനുശോചനം രേഖപ്പെടുത്തുമോ?